എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി. വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി വളരെ രസകരമാണ്. അതിനു മുമ്പ് നമ്മൾ കേട്ടത് വിശ്വാസം ദൈവത്തിൻ്റെ ഒരു കൃപാവരമാണെന്നാണ്. അപ്പോൾ വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി എന്നുള്ള ആ ഖണ്ഡികയുടെ അതിൽ 2 ഖണ്ഡികകളായിരുന്നു. അതിൻ്റെ അവസാനം വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ വളരെ പ്രസിദ്ധമായ പ്രഗത്ഭമായ വളരെ വിസ്മയനീയമായ ഒരു പ്രബോധനമായിരുന്നു. വിശ്വസിക്കുക എന്നത് കൃപാവരം മുഖേന ദൈവത്താൽ ഉത്തേജിതമായ ഇച്ഛാശക്തിയുടെ ആജ്ഞാനുസാരം ദൈവിക സത്യത്തിൽ സമ്മതമരുളുന്ന ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ മാർജിനിൽ എഴുതിയിരിക്കുന്ന 2008 വരികയാണ്. 2008 ആണെങ്കിൽ ഞാൻ 2007 കൂടി ഒന്ന് വായിക്കാട്ടോ. അത് വളരെ രസകരമാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് നിഷ്കർഷാർത്ഥത്തിൽ നിയമപരമായ യാതൊരു യോഗ്യതയുമില്ല. കാരണം എന്താണെന്നറിയോ? ദൈവത്തിനും നമുക്കുമിടയിലുള്ള അപരിമേയമാണ് അസമത്വം, അല്ലെങ്കിൽ അപരിമേയമായ അസമത്വം. ദൈവത്തിനും നമുക്കുമിടയിലുള്ള അപരിമേയമായ അസമത്വം എന്തെന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നാണ് എല്ലാം നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ അപരിമേയമായ അസമത്വം എന്നുള്ളത് മറ്റൊരു സ്ഥലത്തുണ്ട്. അത് മാർപ്പാപ്പയുടെ പ്രബോധനത്തിലാണ്. അതായത് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന 54-ാമത്തെ ഖണ്ഡികയിൽ കൃപാവരദാനം മാനുഷിക ബുദ്ധിശക്തിയെയും ഇച്ഛാശക്തിയെയും അതിശയിക്കുന്നു. കൃപയെക്കുറിച്ച് എന്തും ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് നിഷ്കൃഷ്ടമായ നൈയാമിക അർത്ഥത്തിൽ യാതൊരു യോഗ്യതയുമില്ല എന്നും ദൈവത്തിനും നമുക്കുമിടയിൽ അപരിമേയമായ അസമത്വമുണ്ട് എന്നും ഉണ്ടോ. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ 58 58 എന്താണ്? 58 CCC തന്നെയാണോ? 58 CCC ആണ്. 2007 കറക്റ്റ്. 2007 കണ്ടോ. പ്രൈസ് ദി ലോർഡ്. 2007 ഉണ്ടോ. ദൈവവും മനുഷ്യനും തമ്മിൽ, ദൈവത്തിനും നമുക്കുമിടയിലുള്ള അപരിമേയമായ അസമത്വമാണ്. എന്താ? ദൈവം സൃഷ്ടാവും നമ്മൾ സൃഷ്ടിയും. അതാണ് നമ്മൾ ഏഷ്യ 55 കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ചിന്തകൾ നിൻ്റെ ചിന്തകൾ പോലെയല്ല, എൻ്റെ വഴികൾ നിൻ്റെ വഴികൾ പോലെയല്ല. എൻ്റെ വഴികൾ ആകാശം പോലെ ഉയർന്നിരിക്കുകയും നിൻ്റെ വഴികൾ ഭൂമി പോലെ താഴ്ന്നിരിക്കും. എന്നാൽ മഞ്ഞും മഴയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഭൂമിയെ നനച്ച് ഫലം പുറപ്പെടുവിക്കുന്ന പോലെ എൻ്റെ വചനം, എൻ്റെ ആത്മാവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു. അത് ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകയില്ല. കണ്ടോ. ഇപ്പോൾ ആ അപരിമേയമായ അസമത്വത്തെ കുറച്ചല്ലോ. എങ്ങനെ കുറച്ചു? ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. ആകാശം ചായിച്ചിറങ്ങി വന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു മനുഷ്യനായി. അപ്പോൾ ആ അപരിമേയമായ അസമത്വത്തെ മാറ്റിക്കൊണ്ട് ദൈവം മനുഷ്യന് എല്ലാ യോഗ്യതയും തന്നിരിക്കുന്നു. അതാണ് അവിടെ നിയമപരമായി ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് നിഷ്കർഷാർത്ഥത്തിൽ നിയമപരമായ യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ യോഗ്യത കൊണ്ടല്ല കിട്ടിയിരിക്കണേ. നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് മനുഷ്യനും ദൈവവുമായിട്ട് അസമത്വത ഉണ്ട്. അസമത്വത മനുഷ്യനും ദൈവവുമായി. ഇത് വലിയൊരു പോയിൻ്റാണ്, വലിയൊരു സിദ്ധാന്തമാണ്.
പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇനി 2008 വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. 2008 ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള മനുഷ്യൻ്റെ യോഗ്യത എന്നത് ദൈവം തൻ്റെ കൃപാവരത്തിൻ്റെ പ്രവൃത്തിയോട് മനുഷ്യനെ ബന്ധിപ്പിക്കുവാൻ സ്വതന്ത്രമായി നിശ്ചയിച്ചു എന്നതിൽ നിന്നുണ്ടാവുന്നതാണ്. കേട്ടോ, ഇപ്പോൾ മനസ്സിലായല്ലോ. കൃപാവരം എന്ന് പറയുന്നത് ദൈവിക ജീവൻ മാനുഷികതയിലേക്ക് ഒഴുകുന്നു. ഇത് അവൻ്റെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യൻ്റെ യോഗ്യതകളെയാണ് എപ്പോഴും കണക്കാക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ വന്നാൽ, ഒരു കല്യാണക്കാരെ ആലോചിച്ചാൽ, അല്ലെ ആരെങ്കിലും കണ്ടാൽ അവൻ്റെ യോഗ്യതയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് വീണ്ടും പറയണത്, മത്തായിയുടെ വീട്ടിൽ ചെന്നു, പത്രോസിൻ്റെ വീട്ടിൽ ചെന്നു, ഇവരെല്ലാം കണ്ടു. വലയെറിഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എന്ത് ഇൻ്റർവ്യൂ ചെയ്തത് അവർ? എന്ത് യോഗ്യത അവരെ നോക്കിയത്? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പം നമ്മൾ ഒരുപാട് സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം ചെയ്യാണ്. അവരേത് ദൈവത്തെ ആരാധിക്കുന്നു, ആ ദൈവത്തെ ആരാധിക്കുന്നു, ഈ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഹിന്ദുക്കളായിരുന്നു മുമ്പ്. അവരേത് ദൈവത്തെ ആരാധിച്ചിരുന്നത്? എന്നാൽ അവരിലേക്ക് ദൈവം കർത്താവ് ഈശോ മിശിഹ, ത്രിത്വൈക ദൈവം കർത്താവ് ഈശോ മിശിഹ അവരിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വരികയല്ല, അവരുടെ അകത്തുണ്ടായിരുന്നു. അതവർ കണ്ടെത്തി. അവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു? അതാണ്. നമുക്കും ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല. ദൈവം അവരിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ ദൈവം അവരിൽ വസിക്കുന്നു. ദൈവത്തെ സ്വന്തമാക്കിയിരിക്കുന്നു അവർ. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യകാലങ്ങളിലെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിച്ച് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവർ പള്ളിയിൽ വരുമ്പോൾ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കത്തോലിക്കർ കുർബാന സ്വീകരിച്ചവരെ അടുത്ത് മുട്ടിയിരിക്കും. കാരണം ഞങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആ കുർബാന സ്വീകരിച്ചിടത്തൊന്ന് മുട്ടിയിരിക്കുമ്പോൾ അതെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകല മനുഷ്യരാശിയെ മുഴുവനും ദൈവം യോഗ്യതയുള്ളവരാക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായതോടെ അതാണ് കൃപ. ദൈവീക ജീവൻ മാനുഷികത, അവൻ്റെ ദൈവിക ജീവനിൽ പങ്കുകാരാകാൻ വേണ്ടി അവിടുന്ന് നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അനാഫറ പ്രാർത്ഥനയാണ്. തൻ്റെ ദൈവിക ജീവനിൽ നമ്മൾ പങ്കുകാരാകാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോയോ? നമ്മൾ ആകാശത്തിലേക്ക് പോയോ? ഇല്ല. ആകാശം താഴോട്ട് വന്നു. അവിടുന്ന് നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അത് വലിയൊരു പോയിൻ്റാണ്. മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ മനുഷ്യ സ്വഭാവം അല്ല സ്വീകരിച്ചത്. എല്ലാ ജാതി മതസ്ഥരെയും തൻ്റെ ശരീരത്തിൽ ചേർത്തു. ഫ്രത്തേലി തോത്തി, എല്ലാ മനുഷ്യരും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. ഇനി അവൻ ഏത് ദൈവത്തെ ആരാധിക്കും? അത് ഞാൻ കാണിച്ചു തരാം. കൃത്യസമയത്ത് ഇടപെടും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മീഡിയയിലൂടെ ആൾക്കാർ പറയണതൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യല്ലോ, ഞാനൊരു പ്രാക്ടിക്കൽ കാര്യം പറയാണ്. നമ്മൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തെയാണ് നോക്കേണ്ടത്. ഇവിടെയാണ് ഇതെല്ലാം വിശ്വാസത്തിൻ്റെ മേഖലയാണ്. നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ അവരും ഇവരും എല്ലാം പറയണത് കേട്ടാൽ ഉണ്ടെന്നും വിശ്വാസം വളരില്ല. സഭയുടെ പ്രബോധനം പ്രഘോഷിക്കുന്നവരുണ്ട്. അവർ റെഫറൻസ് സഹിതം അത് പറയും. ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരി എഴുതിയിരിക്കുന്നു. ഇപ്പം ഞാൻ എന്തെല്ലാം റെഫറൻസുകളിലൂടെയാണ് നിങ്ങളോടൊരു കാര്യം പറയുന്നത്. ഞാൻ ആ വചനം കേട്ടപ്പോൾ തന്നെ അത് ഇന്ന സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്, മാർപ്പാപ്പയുടെ ഇന്ന ലേഖനത്തിൽ ഇത്രാമത്തെ നമ്പറിൽ എഴുതിയിരിക്കുന്നു എന്ന് എടുത്ത് വായിക്കാൻ നമുക്ക് സാധിക്കണം.
ഇത് വെല്ലുവിളിക്കല്ല, നമ്മൾ ഒരു ശൈലിയാണത്. അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ ഉണ്ടാവണം. ഈ അസമത്വം എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവവും മനുഷ്യനുമായി അത്രയും അസമത്വം ഉണ്ടായിരിക്കെ നമ്മുടെ ഒരു യോഗ്യതയെയും നോക്കിയിട്ടല്ല ദൈവം തന്നെ നമുക്ക് നൽകിക്കൊണ്ട് തൻ്റെ അകത്തേക്ക് വന്ന് നിറഞ്ഞിരിക്കുന്നു. അതാണ് കൃപാവരം. കൃപാവരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ദർ ഈസ് നോ മെറിറ്റ്. മനുഷ്യൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല കൃപാവരം. ഓക്കെ, അപ്പോൾ ഇതാണ് 2008. മനസ്സിലാകണമെങ്കിൽ 2007 പഠിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും വിശദീകരിച്ചത്. 2008 ഇനി വിശദമായിട്ട് പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള മനുഷ്യൻ്റെ യോഗ്യത എന്നത് ദൈവം തൻ്റെ കൃപാവരത്തിൻ്റെ പ്രവൃത്തിയോട് മനുഷ്യനെ ബന്ധിപ്പിക്കുവാൻ സ്വതന്ത്രമായി നിശ്ചയിച്ചു. ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. ദൈവം നിശ്ചയിച്ചു. സൃഷ്ടാവായ ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടാവിൻ്റെ ജീവനെ തന്നെ എൻ്റെ അകത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വലിയ രഹസ്യമാണ് ദൈവമേ. നമ്മൾ എന്താ വിചാരിച്ചിരിക്കണേ നമ്മളെക്കുറിച്ച്? നമ്മൾ ആരെന്നാ വിചാരിച്ചിരിക്കണേ? ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. മനസ്സിലായോ? ആരാണ് ഞാൻ? ആരാണ് നമ്മൾ? ദൈവത്തിൻ്റെ ഓമനക്കുട്ടൻ, ഓമനക്കുട്ടി. അപ്പോൾ വീണ്ടും അത് തന്നെ വായിക്കാൻ തോന്നുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിന് മുൻപിലുള്ള മനുഷ്യൻ്റെ യോഗ്യത എന്നത് ദൈവം തൻ്റെ കൃപാവരത്തിൻ്റെ പ്രവൃത്തിയോട് മനുഷ്യനെ ബന്ധിപ്പിക്കുവാൻ സ്വതന്ത്രമായി നിശ്ചയിച്ചു. അപ്പോൾ ആ മുൻപ് വായിച്ചത് മനസ്സിലാക്കുമ്പോഴാണ് കേട്ടോ ഇത് കൃത്യമാവുന്നത്. ദൈവവും നമ്മൾ തമ്മിൽ നമുക്കുമിടയിലുള്ള അപരിമേയമായ അസമത്വം ഉണ്ട്. എന്നിരുന്നാലും ദൈവം അത് മാറ്റി. തുടർന്ന് ദൈവത്തിൻ്റെ പിതൃസഹജമായ ഒന്നാമത്തെ പ്രവൃത്തി, അതാണ് ദൈവത്തിൻ്റെ പിതൃസഹജമായ ആ വാത്സല്യമാണ്. ഒന്നാമത്തെ പ്രവൃത്തി അവിടുത്തെ പ്രചോദനമാണ്. അതിനോട് സഹകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനമാണ് രണ്ടാമത്തേത്. ഒന്നാമത്തേത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രചോദനം. ഒന്നാമത്തെ പ്രവൃത്തി അവിടുത്തെ പ്രചോദനം, ദൈവത്തിൽ നിന്ന് വരുന്ന പ്രചോദനം. നമ്മളെ, നീ എൻ്റെ മകനാണ്, അതോർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ്. ചില സമയത്ത് എനിക്ക് പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, നീ എന്തിനാ വിഷമിക്കണേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ ഓമനക്കുട്ട. ഓക്കെ പ്രചോദനം. ഇനി അതിനോട് സഹകരിക്കും. ഇനി മനുഷ്യൻ്റെ റെസ്പോൺസ് എന്താണ്? നമ്മളുടെ റെസ്പോൺസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാണത്. അതിനോട് സഹകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനമാണ് രണ്ടാമത്തേത്. അങ്ങനെ നന്മപ്രവൃത്തികളുടെ യോഗ്യത ആരോപിക്കേണ്ടത് ഒന്നാമതായി ദൈവത്തിൻ്റെ കൃപാവരത്തിനും പിന്നീട് വിശ്വാസികൾക്കുമാണ്. അപ്പോൾ വിശ്വാസികളുടെ യോഗ്യത എന്താണ്? അവരതിനോട് സഹകരിക്കണം. നമ്മൾ സ്വതന്ത്ര മനസ്സോടെ സഹകരിക്കുമെങ്കിൽ ഈ വലിയ കാര്യങ്ങളെല്ലാം നമ്മുടേതായി മാറി. സഹകരിക്കുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും. അതാണ് അന്വേഷിപ്പിൻ, കണ്ടെത്തും. നമ്മുടെ അകത്തുണ്ട് ഇത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വലിയ കരച്ചിലാണ്, ഓ വാട്ട് എ ഫൂളിഷ് മാൻ ഐ വാസ്. കരയാണ്, ഞാൻ ഇത്ര വർഷം എൻ്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചു, അല്ലെങ്കിൽ
എത്രത്തോളം ഞാൻ എന്തോ ഒരു വിഡ്ഢിയാണ്, ഇത്രയും നാൾ ഞാൻ അങ്ങയെ കാണാതെ പലതും അന്വേഷിച്ച് നടന്നു, അവസാനം അങ്ങയെ ഞാൻ എന്നിൽ തന്നെ കണ്ടെത്തി. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. അപ്പോൾ അങ്ങനെ നന്മ പ്രവൃത്തികളുടെ യോഗ്യത ആരോപിക്കേണ്ടത് ഒന്നാമതായി ദൈവത്തിൻ്റെ കൃപാവരത്തിന്. എന്താണ്? അപരിമേയമായ ആ അസമത്വം മനുഷ്യനും ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കെ ദൈവം തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ അകത്തേക്ക് വന്നു, അവനുമായി ഒന്നായി, അവനിലേക്ക് കൃപ ചൊരിച്ചു. കൃപാവരം. അപ്പോൾ അതാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ കൃപാവരത്തിനും. ഇനി ആ കൃപാവരത്തിന് പിന്നീട് മനുഷ്യൻ കൊടുത്ത സ്വതന്ത്രമായ റെസ്പോൺസ്, പ്രവർത്തനമാണ് രണ്ടാമത്തേത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. കൂടാതെ മനുഷ്യൻ്റെ യോഗ്യത തന്നെ ദൈവത്തിൻ്റേതാണ്. കൂടാതെ മനുഷ്യൻ്റെ യോഗ്യത തന്നെ ദൈവത്തിൻ്റേതാണ്. മനുഷ്യൻ്റെ എല്ലാ യോഗ്യതയും ദൈവത്തിൽ നിന്നാണ്, എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണ്. എന്തെന്നാൽ ക്രിസ്തുവിലുള്ള അവൻ്റെ നന്മ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളിൽ നിന്നും സഹായങ്ങളിൽ നിന്നും പുറപ്പെടുത്തും. കണ്ടോ, ക്രിസ്തുവിലുള്ള. അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരാണ്. നമ്മളെപ്പോഴും പറയേണ്ട വാക്കതാണ്. നമ്മൾ വിശ്വാസികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരാണ്. ഒരു ക്രിസ്തു ശിഷ്യനുള്ള യോഗ്യത ദൈവത്തിൻ്റെ കർത്താവ് ഈശോ മിശിഹായുടെ പൗരോഹിത്യവും പ്രവാചകത്വവും രാജകീയത്വവും, ഈ 3 അഭിഷേകം പഴയ നിയമത്തിൽ ആർക്കും കൊടുത്തിട്ടില്ല ഒരുമിച്ച്. പലരിലും ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, 2 പ്രവർത്തിക്കുന്നുണ്ട്. 3 ഒരുമിച്ച് യേശു ക്രിസ്തുവിൽ മാത്രമുണ്ടായിരുന്ന അഭിഷേകം ക്രിസ്തു ശിഷ്യന്മാരായ നമ്മളിലേക്ക് മുഴുവനും നൽകിയിരിക്കുന്നു. അതാണ് ക്രിസ്തുവിലുള്ള തൻ്റെ നന്മ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളിൽ നിന്ന് സഹായങ്ങളിൽ നിന്നും പുറപ്പെടുന്നു. അപ്പോൾ നമ്മളെല്ലാവരിലും ഇത്ര സൂപ്പർ നാച്ചുറലായിട്ട് വളരെയധികം യോഗ്യത ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒരു അർഹതയും നോക്കിയിട്ടല്ല. മത്തായി എൻ്റെ പുറകെ വാ, ഫോളോ മീ. എന്ത് യോഗ്യത കണ്ടിട്ടാണ് അവിടെ എന്താണ് എന്ത് പുരയിൽ, ചുങ്കപ്പുരയിലിരുന്ന് പൈസ പിരിച്ചുകൊണ്ടിരുന്ന മത്തായിനെ കർത്താവ് വിളിച്ചു. കാരണം ഇവനെ സൃഷ്ടിച്ചത് തന്നെ അപ്പസ്തോലനായിട്ടാണ്, ആകാൻ വേണ്ടിയിട്ടാണ്. അവനെ എനിക്കറിയാം, അവൻ്റെ വിളി അപ്പസ്തോലനാകാനുള്ളതാണ്. അതുകൊണ്ട് വാ, എൻ്റെ പുറകെ വാ എന്ന മാതിരിയാണ്. ഓക്കെ, നൗ വി ഗോ ബാക്ക് ടു, ഇനി നമ്മൾ 156 പോകാം. ഇത് ഇത്രയും നേരവും പഠിച്ചതിൽ കുറച്ചുകൂടി കഠിനമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാസവും ബുദ്ധിയും, അതാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഇത് രണ്ടും ബുദ്ധിജീവികൾ ഒന്നും വിശ്വാസമായിട്ട് ബന്ധമില്ല എന്നുള്ള മാതിരിയാണ്. അങ്ങനെയല്ല, വിശ്വാസവും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിൽ അതിന് വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. 156 പേജ് 43. ആവിഷ്കൃത സത്യങ്ങൾ, ദൈവാവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുത്തും എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായോ? പിന്നെ എന്താണ്? ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത, എല്ലാവരും ശ്രദ്ധിക്കണേ, പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനമാണ് നാം വിശ്വസിക്കുന്നത്. ഭയങ്കര രസമല്ലേ? ആവിഷ്കൃത സത്യങ്ങളുടെ
നമുക്ക് സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിലും സത്യത്തിലും സുഗ്രാഹ്യമായി കാണപ്പെട്ടത് കൊണ്ടല്ല അത് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത ശ്രദ്ധിക്കണേ, അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഇതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം, ആധികാരികത. ആ ആധികാരികതയ്ക്ക് വലിയ ഒരു പ്രസരണ ശക്തിയുണ്ട്. ആധികാരികതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെ നമ്മൾക്കെല്ലാം അറിയാം. യേശുവിന് 3 അഭിഷേകമുണ്ട്. നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ് കാറ്റഗിസത്തിലെല്ലാം. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി ഈ 3 അഭിഷേകം പഴയ നിയമത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല ഒരുമിച്ച്. എന്നാൽ ഇത് ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യാനികളായി ക്രിസ്തു ശിഷ്യന്മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് അത് ക്ലിക്കായി. അത് കറക്റ്റാണല്ലോ. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ പ്രബോധനത്തിലും ഇതിലുള്ള ആധികാരികത കൊണ്ടാണത്. നമ്മൾ മനസ്സിലാക്കി അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗം ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ നമ്മൾ മനസ്സിലാക്കി അതൊരു വലതുഭാഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അത്യുച്ച സ്ഥാനത്തിനാണത്. ദൈവത്തിൻ്റെ ദൈവിക മഹത്വത്തിൻ്റെ അത്യുച്ഛപരമായ അവസ്ഥയ്ക്കാണത് പറയണത്. അത് ശരിയാണല്ലോ. ദൈവത്തിന് വലതുവശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം സർവവ്യാപിയായ സൃഷ്ടാവായ സർവാധിപനായ സർവവ്യാപിയായ ദൈവത്തിന് വലതുവശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ആ വലതുവശത്ത് സർവമഹത്വത്തിലും ചെന്നതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയൊക്കെ ആരംഭിച്ചത്, ആരാധനാക്രമം ആരംഭിച്ചത്. ആരാധനാക്രമം തന്നെ ഈ വലതുവശത്ത് പിതാവിൻ്റെ വലതുവശം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചസ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ജീവനുള്ള അപ്പമാകുന്നു. അവിടെ നിന്നാണ് എല്ലാ കൂദാശകളും. ജ്ഞാനസ്നാനം എങ്ങനെയാണ്? അവിടെ നിന്നാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അപ്പോഴാണ് പന്തക്കുസ്ത ഉണ്ടായത്. ആ പന്തക്കുസ്തയിലൂടെ ഈ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് അയക്കും, അതുവരെ നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. അവിടുന്ന് ആ സർവമഹത്വം നിറഞ്ഞ ആ ആത്മാവിനെ അയച്ചു. മനുഷ്യരെല്ലാം പുതിയ സൃഷ്ടിയായി മാറി. ഈ ഒരു വേലക്കാരി പെണ്ണിനോട് പോലും യേശുവിന് സാക്ഷ്യപ്പെടുത്താൻ കഴിയാതിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 പേരോടൊപ്പം 10,000 ആളുകളോട് പ്രഘോഷിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ 3000 പേര് മാമോദീസ സ്വീകരിച്ചു. മാമോദീസ ഉണ്ടായി. എന്താണപ്പോൾ മാമോദീസായിൽ സംഭവിച്ചത്? മാമോദീസായിൽ ഈ മഹത്വം നമ്മിലേക്ക് ഇറങ്ങി വന്നു. ആ മഹത്വത്തിലൂടെ ഈ 3 അഭിഷേകവും അവനിലേക്ക് കൊടുത്തു. ആ അഭിഷേകം നിറഞ്ഞ അപ്പം തന്നെ അവർ പ്രഘോഷിക്കാൻ ആരംഭിച്ചു. ഒരു ട്രെയിനിങ്ങോ ഒരു ഫോർമേഷനോ ഒന്നും അവിടെ നടന്നില്ല. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ശരിയാണല്ലോ. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാ? ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടല്ല, ആ പ്രബോധനത്തിൻ്റെ ആധികാരികത. ഈ പറയണത് സഭയുടെ പ്രബോധനവുമായിട്ട് ഒത്തുപോകുന്നതും ഈശോ മിശിഹ തന്നെ പറഞ്ഞിട്ടുള്ളതും ഉള്ളതുകൊണ്ടാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ പോയിക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്.
ആരുണ്ട്? ഈ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ആ മഹത്വത്തിൻ്റെ രാജാവ്. അപ്പോൾ ആധികാരികത. മലയിലെ പ്രസംഗം കഴിഞ്ഞു. അപ്പോൾ മലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് ആ മലയിലെ പ്രസംഗം ആരംഭിക്കുന്നത് നമുക്കറിയാം. അവൻ മലമുകളിലേക്ക് കയറി, ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു, അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവസാനം മത്തായി 7-ാം അധ്യായം 6, 7, 8 മലയിലെ പ്രസംഗം. 7-ാം അധ്യായം 28-ാമത്തെ വചനം നോക്കിയേ. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ മത്തായി എഴുതിയിരിക്കുകയാണ്, യേശു ഈ വചനങ്ങൾ, അതായത് ഈ പഠിപ്പിക്കൽ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി, അവിടെ വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു പറഞ്ഞത്. നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ മല പോയിരുന്നല്ല, അത് ഒരുവിധം ഇങ്ങനെ റാമായിരിക്കുന്ന ഒരു മലയാണിത്. നമ്മൾ പോയിട്ടുണ്ടല്ലോ ഈ മലയിൽ, ഹോളി ലാൻഡിലേക്ക്. അത് അങ്ങനെ ഒരു സ്തൂപം പോലെയുള്ള മലയല്ല, ഇങ്ങനെ ഒരു റാ പോലെ ഇരിക്കും. ഒരുപാട് പേർക്ക് അവിടെ ഇരിക്കാം. ജനാവലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അതിൽ കിട്ടിയ വെളിപാടുകളെക്കുറിച്ചല്ല. എന്താ അവർ വിസ്മയിച്ചത്? അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഇതാണ് സഭയുടെ പ്രബോധന അധികാരം. ഈ സഭയുടെ പ്രബോധന അധികാരത്തിന് വളരെ ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണത്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ, 15-ാമത്തെ വചനത്തിൽ എല്ലാവരും തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. അവരൊക്കെ കണ്ണുവാനം പഠിച്ചേക്കണ ആൾക്കാർ. പക്ഷേ ഇവൻ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ, അവരുടെ വേദപാഠ ക്ലാസ്സിലോ അവരുടെ സിനഗോഗിലോ ഒന്നും ഇവൻ പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ എങ്ങനെ ഈ അറിവ് കിട്ടി? യേശു പറഞ്ഞു, വലിയ ഒരു കാര്യം യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല. ഈശോ തന്നെ പറയണത്. ഇത് സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കൂ. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അതാണ് ആധികാരികതയാണ്. ഇതെനിക്ക് കിട്ടിയ വെളിപാടാണ് എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് സ്പെഷ്യലായിട്ട് വെളിപാടൊക്കെ കിട്ടുന്ന ഒരാളാണ് എന്ന് അവിടെ വ്യാഖ്യാനിക്കുന്നതിലല്ല യേശു നോക്കിയത്. ഇത് എൻ്റെ അയച്ചവൻ്റേതാണ്. ഞാൻ ഒരു അധികാരത്തിൻ്റെ കീഴിലാണ്. ഞാൻ എൻ്റെ സ്വന്തം വെളിപാടൊന്നും അല്ല പറയണത്. എന്നെ അയച്ചവൻ പറയണത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ മുഴുവൻ ഈശോ പിതാവുമായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിതാവ് പറയുന്നു, അത് പഠിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരാധികാരികതയാണ് നമ്മുടെ സഭാമാതാവ് എന്ന് പറയുന്നത്. സഭ ഒരു മാതാവാണ്. നമ്മൾ സഭയുടെ മക്കളാണ്. ഈ മക്കളായ നമ്മൾ ഈ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചിട്ടാണ് പ്രബോധനം നടത്തേണ്ടത്. അങ്ങനെ ഒരു ശൈലി നമ്മൾക്ക് ഉണ്ടാകണം. നമുക്ക് അങ്ങനെ ഒരു ശൈലി ഉണ്ടാകണം. ഇവിടെ പറയുകയാണ്, ഒന്നുകൂടി വായിക്കാം കേട്ടോ. ഇത് വളരെ രസകരമാണ്. ആവിഷ്കൃത സത്യങ്ങൾ, വെളിപാടുകൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത അവൻ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ആധികാരികത
ഒരു പ്രസരണ ശേഷിയുണ്ട്. ഓ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അതൊന്ന് വായിച്ചു നോക്കട്ടെ. വായിക്കും, അത് ശരിയാണല്ലോ. ഞാൻ ഓർക്കുകയാണ് ഈ ആദ്യകാലങ്ങളിൽ എനിക്കുണ്ടായ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരനുഭവം. ഞാൻ റൂഫസ് അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കുകയാണ് ബോംബെയിൽ, ഫാദർ റൂഫസ് പരേര ആദ്യകാലത്ത്. അപ്പോൾ അതിൽ റൂഫസ് പരേര അച്ഛൻ പറയുകയാണ്, യോഹന്നാൻ 14:12, whoever believes in me shall do all that I do and greater things that I do, Jesus said. യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു, അച്ഛൻ പറയണതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് ഉടനെ ബൈബിളിൽ നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ വചനം ഞാൻ മനസ്സിൽ നോട്ട് ചെയ്തു. യോഹന്നാൻ 14:12. എനിക്ക് വീട്ടിൽ പോകാൻ വേഗം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഓടി. കാരണം ഇത് തീർച്ചയായിട്ടും ഇതിലെന്തോ പ്രശ്നമുണ്ട്. യേശു ചെയ്തതിനേക്കാളും വലിയ കാര്യം മനുഷ്യൻ ചെയ്യാൻ പറ്റുമെന്നോ? ചെന്ന ഉടനെ തന്നെ ഭാര്യയും പിള്ളേരെയൊക്കെ ഞാൻ ഉടനെ തന്നെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ മലയാളത്തിൽ പറയണത് മാതിരി കണ്ണ് തള്ളിപ്പോയി. അത് തന്നെ എഴുതിയേക്കണത്. ആമേൻ ആമേൻ. അതാണ് കർത്താവ് ഇടയ്ക്ക് ചില കാര്യം പറയും, ആമേൻ ആമേൻ. സത്യം സത്യമായി ഞാൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യും. അത് തന്നെ ഭയങ്കര കാര്യം. അതിനേക്കാൾ വലിയവയും ചെയ്യും. കണ്ടോ? ഇപ്പം എന്തുകൊണ്ടാണ് എൻ്റെ അകത്ത് അത് എൻ്റെ അകത്ത് രൂഢമൂലമായി പതിഞ്ഞു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രസംഗ ശൈലിയിൽ അന്നു മുതലുണ്ടായ എൻ്റെ ജീവിതത്തിൽ അന്നു മുതലുണ്ടായ വലിയ ഒരു ശക്തിയാണത്, വലിയ ഒരു കരുത്താണത്. അതിൻ്റെ ആ കാര്യം മനസ്സിലാക്കുന്നതിലൂടെയല്ല, അത് യേശു തന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ആധികാരികതയാണ്. അത് ആ വചനത്തിൻ്റെ ആധികാരികതയാണ്. ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന വചനം ഈശോ തന്നെയാണ്. അങ്ങനെ അതിൻ്റെ ആധികാരികമായ ആ ബോധ്യം. അപ്പോൾ വേണമെങ്കിൽ ചിലവർ പറയും, അത് യോഹന്നാനും മത്തായിയൊക്കെ എന്താണ്ട് എഴുതി വെച്ചേക്കണം, ഈ 2000 വർഷമായി ഇതൊക്കെ വിശ്വസിക്കണോ? ഈ ഇന്നത്തെ കാര്യം എന്തെങ്കിലും വായിക്കി കണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകണ വേദന എന്തായിരിക്കും ആലോചിച്ച് നോക്കി. ഇവിടെ പിള്ളേർ പറയണം, അതൊക്കെ ഓൾഡ് സ്റ്റാഫ്, വി മസ്റ്റ് റീഡ് സം ഹാരി പോട്ടർ, ലേറ്റസ്റ്റ് ഹാരി പോട്ടർ. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വല്ല ഹാരി പോട്ടറും വായിക്കേ പപ്പ മമ്മി എന്നും പറഞ്ഞ് പിള്ളേർ നമ്മുടെ അടുത്ത്, ദിസ് ഈസ് ഓൾ ഓൾഡ് സ്റ്റാഫ്, 2000 years ഓൾഡ്. ഒന്നാലോചിച്ച് നോക്കിയേ, വേർ ആർ വി സ്റ്റാൻഡിങ്? അപ്പോൾ ഇത് നമ്മൾ കുറ്റം പറയാൻ വേണ്ടിയല്ല, ഈ അവസ്ഥയെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഈ അവസ്ഥയെ മാറ്റാൻ നമ്മൾ കുറച്ച് പേരെങ്കിലും ഒരു വിത്ത് പോലെ ആകണം. നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ ആധികാരിക പ്രബോധനത്തിൻ്റെ വ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മൾ കുറേ പേര് ഈ വിത്ത് ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. വെരി ഗുഡ്. ഇങ്ങനെ ആണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി, കണ്ടോ, ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും അത്ഭുതങ്ങളും
പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവളുടെ ബലപുഷ്ടിയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്ക് ഇണങ്ങുന്നവയുമായ അടയാളങ്ങളാണ്. അതാണ് ഈ നാളെ നമുക്ക് പഠിക്കാം. വിശ്വാസം നൽകുന്ന വിധേയത്വം യാതൊരു വിധത്തിലും മനസ്സിൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല എന്ന് കാണിച്ചു തരുന്ന വിശ്വാസ്യതയുടെ പ്രേരക ഘടകങ്ങളാണവ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.